പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നീതി തേടി ഹർഷീന വീണ്ടും സമരരംഗത്തേക്ക്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിരാഹാരമിരിക്കാനാണ് തീരുമാനം. സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 28-നാണ് ഉപവാസ സമരം. നീതിക്കു വേണ്ടി വർഷങ്ങളായി നടത്തുന്ന പോരാട്ടത്തോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഉപവാസ സമരം. 104 ദിവസം തുടർച്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിനു മുന്നിൽ സമരം നടത്തിയതിന്റെ ഫലമായി പോലീസ് കേസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിച്ച നടപടികളുമായി മുന്നോട്ടു പോകുകയും ചെയ്തതാണ്. എന്നാൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിക്കാൻ സാഹചര്യമൊരുക്കിയത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്നാണ് ഹർഷീന സമരസമിതി ആരോപിക്കുന്നത്. നീതി ലഭിക്കുന്നത് സർക്കാർ തടയുകയാണെന്നും അതിനാൽ സമരം ശക്തമാക്കുകയാണെന്നും സമരസമിതി നേതാവ് ദിനേശ് പെരുമണ്ണ പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുൻപിൽ ഹർഷീന നടത്തുന്ന സമരം നീതി നിഷേധിക്കപ്പെട്ട അവരുടെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഹർഷീന സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നിരവധിയായ സമരങ്ങൾ കണ്ടിട്ടും ഈ ഗവൺമെന്റ് കണ്ണു തുറക്കാൻ തയ്യാറാവുന്നില്ല. മന്ത്രി നൽകിയ വാക്കുകൾ മന്ത്രി പാലിക്കുന്നില്ല. ഹർഷീനയെ ചേർത്തു നിർത്തി പറഞ്ഞത് ഹർഷീനയ്ക്ക് നീതി ഉറപ്പാക്കുമെന്നാണെങ്കിൽ ഇന്ന് ഹർഷീനയുടെ കേസടക്കം മട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിലുള്ള കേസിൽ പ്രോസിക്യൂഷൻ ഇടപെടുന്നില്ല എന്നുള്ളത് ഈ കേസ് അട്ടിമറിക്കാൻ സർക്കാർ നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. നീതി ഉറപ്പാക്കുമെന്നും സഹായധനം അനുവദിക്കുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയതാണ്. എന്നാൽ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. നഷ്ടപരിഹാരം ലഭിക്കാൻ നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ സമരം നടത്തിയിട്ടും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉപവാസ സമരമെന്ന് സമരസമിതി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.